എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അവൻ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോ, നിന്റെ അടുത്ത് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞതെന്ന് പറയണതിന് മുമ്പേ എല്ലാം പിന്നെ അവന്റെ ലെഫ്റ്റ് ഇടത്ത് കയ്യിലാണ് ഹെൽമെറ്റ് ഉണ്ടായിരുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടാണ് ആദ്യം അടിച്ചത്. ഇത് ഇന്ന് നമ്മുടെ ഈ ഹരിതകർമ്മ സേന ഫുഡ് വേസ്റ്റ് എടുക്കുന്ന, ജൈവമാലിന്യം എടുക്കുന്ന ടീമിനെ ഒന്നിച്ച് മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിക്കാൻ കാരണം എല്ലാ മാസവും നമ്മൾ അവലോകന യോഗം കൃത്യമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന വാർഡുകളിലും വെച്ചിട്ടുണ്ട്. ഇവിടെ തുടക്കമല്ലേ, ഫസ്റ്റ് മീറ്റിംഗ് സമയത്ത് തന്നെ ഇവരെല്ലാവരും വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം പക്ഷേ നമ്മൾ സംസാരിച്ച് അവരെ ആ ഒരു മാറ്റം വന്നു. പക്ഷേ ഈ ഒരു കുട്ടിയെക്കുറിച്ച് കുറച്ച് പരാതി വന്നു. JHI ഉൾപ്പെടെ പറഞ്ഞു. കാരണം JHI ആണ് അതിന്റെ ചാർജ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ ചിലത് അവരനുസരിച്ചല്ലേ പറ്റുള്ളൂ, ഈ വേസ്റ്റ് മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട്. ശാന്തിനി. അപ്പൊ ഞാൻ ചോദിക്കും, ശാന്തിനി ഈ പരിപാടി ശരിയാവില്ല, നമുക്ക് നല്ല രീതിയിൽ പോകണം എന്നുള്ളതിൽ സംസാരിക്കുമ്പോഴേ പുള്ളി അങ്ങ് വയലന്റ് ആവുക. പുള്ളിക്കാരി എല്ലാം കറക്റ്റ് ആണെന്നുള്ളതിൽ. പക്ഷെ അത് കൃത്യമായിട്ട് വേസ്റ്റ് എടുക്കുന്നില്ല, സമയത്ത് പോകുന്നില്ല, ഇതൊന്നുമല്ല, മേലുദ്യോഗസ്ഥരെ അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം വന്നു. ഫുഡ് വേസ്റ്റ് ഏത് ഹരിതകർമ്മ സേന ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള ആൾക്കാരാണ്. അന്നേരം പിന്നെ ഈ ഒരുപാട് കയർത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശാന്തിനി മീറ്റിംഗിൽ നിന്ന് വിട്ടു നിൽക്കി, ഞാൻ പറഞ്ഞിട്ട് ഇനി ജോലിക്ക് കയറിയാവും. കാരണം നമ്മൾ പറയും തോറും ഈ കുട്ടി ചൂടായിക്കൊണ്ട്. അതിപ്പോഴല്ല, ഒരു 1.5 മാസം മുന്നേ നടന്ന മീറ്റിംഗാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്തിയിട്ട് ഈ കുട്ടി ജോലി ചെയ്യുമായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ ഇന്ന് ഈ മീറ്റിംഗിലാണ് അറിയുന്നത്. ഈ മീറ്റിംഗിൽ സംസാരിച്ച കൂട്ടത്തിൽ ആരോ പറഞ്ഞിങ്ങനെ ശാന്തിനി അവിടെ വേസ്റ്റ് എടുക്കുന്നുണ്ട്. അവൻ അതെങ്ങനെ, ഞാൻ മാറ്റി നിർത്തിയതല്ലേ, ഞാനല്ലല്ലോ, നമ്മുടെ യോഗത്തിൽ തീരുമാനമെടുത്ത് മാറ്റിയതല്ലേ, പിന്നെ എങ്ങനെ എടുക്കും? അപ്പം നമുക്ക് ഈ നിയമത്തിൽ നിന്ന് മാറി വേറൊരു ഏജൻസിക്ക് കൊടുക്കാനോ അതൊന്നും പറ്റൂലല്ലോ. അപ്പൊ അത് ചെയ്തെങ്കിൽ തെറ്റാണ്. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട, പകരം വേറെ ആളെ നിശ്ചയിക്കാന്ന്. മീറ്റിംഗിൽ തന്നെ ഒരാളിനെ നിശ്ചയിച്ചു. അവരെവിടാണ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നവോദയ റെസിഡൻസ് ആണെന്ന്. അപ്പൊ ഞാൻ ആ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശാന്തിനി ഇനി വന്നാലും കൊടുക്കരുത്, നമ്മൾ നഗരസഭ അല്ലെങ്കിൽ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നുള്ള നിലയ്ക്കുള്ള സംവിധാനം വേറൊരാളിനെ ഏൽപ്പിക്കാൻ വേണം. അതാരാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് പറയാം. ഇത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങൾ തീരുമാനം എടുക്കാണ്ടായിരുന്നു. 11:15 മീറ്റിംഗ് അവസാനിച്ചു. അവരെല്ലാരും പിരിഞ്ഞു പോയി. ഇന്ന് 9 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ്. അതിന് ശാന്തിനി വന്നിട്ടില്ല, ഈ സതീഷും വന്നിട്ടില്ല. വരേണ്ട ആവശ്യവും. സതീഷ് ഇതിലെടുക്കുന്ന മനുഷ്യനാണെങ്കിൽ വരേണ്ടതാണ്, പക്ഷെ വന്നിട്ടില്ല. ഇത് കഴിഞ്ഞൊരു 12 മണിയായപ്പോൾ ആണ് ഈ പുള്ളിക്കാരൻ വീട്ടിലേക്ക് കയറി വരണം. ഹസ്ബൻഡാണ്. ഇപ്പൊ ഹെൽമെറ്റ് വെച്ചിരുന്നോണ്ട് എനിക്ക് ഒരു തവണ ഈ പയ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ 2 മാസമല്ലേ ആവണുള്ളൂ. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ സതീഷിനെ എന്തിനാണ് മാറ്റിയതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ സതീഷ് എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് മാറ്റിയപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, സതീഷിനെ മാറ്റിയില്ലല്ലോ, ശാന്തിനിയാണല്ലോ. അത് ശാന്തിനി അല്ല അവിടെ വേസ്റ്റ് എടുക്കുന്നത്, ഞാനാണ് വേസ്റ്റ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഏർപ്പാട് ചെയ്തിട്ടില്ലല്ലോ. ശാന്തിനി എടുക്കുന്നതിന് തെളിവുണ്ട്. മാറ്റി നിർത്തിയിട്ടും പിന്നെ നമ്മുടെ അനുവാദം ഇല്ലാതെ എടുത്തതുകൊണ്ട് ഈ മീറ്റിംഗിൽ അത് തീരുമാനമാക്കിയതാണ്. അതെന്താ, ഇനി കൂടുതൽ നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ മേയറെടുത്തോ, മേലോട്ട് എൻ്റെ മേളിലെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ പോകും. ഇവിടെ നിന്ന് ആവശ്യമില്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറി കതവടച്ച് പോയി. പക്ഷേ ഈ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പം സ്റ്റാഫിൻ്റെ നേരെ അത് കേട്ടപ്പോഴാണ് എനിക്ക് പിന്നെ ഒന്നും കൂടി ഇറങ്ങിയത്. കാരണം ഞാൻ എൻ്റെ സ്റ്റാഫ് ഒരു ലേഡി, അവരെ ഒറ്റയ്ക്ക് ഒരുത്തൻ്റെ മുന്നിലിട്ടിട്ട് ഞാൻ അകത്ത് അടഞ്ഞിരിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പോഴേക്കും അവൻ അത് കണക്കാക്കി വന്നതുകൊണ്ടായിരിക്കും തുടക്കമേ പിടിച്ചു തള്ളിലും. അപ്പോൾ ഇതിൻ്റെ ദേഹത്ത് കൈവച്ച് ഹെൽമെറ്റുമായിട്ട് നിന്നപ്പോൾ അപ്പോഴും അടിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷെ അത് ശരിയാവില്ല. ഇറങ്ങിപ്പോ, നിന്റെ അടുത്ത് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞതെന്ന് പറയണതിന് മുമ്പേ എല്ലാം പിന്നെ അവന്റെ ലെഫ്റ്റ് ഇടത്ത് കയ്യിലാണ് ഹെൽമെറ്റ് ഉണ്ടായിരുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടാണ് ആദ്യം അടിച്ചത്. അത് അവന്റെ ഇടത്ത് കൈ വെച്ച് അടിക്കുമ്പം എനിക്ക് ഇവിടാണ് കൊള്ളേണ്ടത്. പക്ഷെ ഞാനിങ്ങനെ മാറിയതിൽ ഈ സൈഡായിപ്പോയി. പിന്നെ കിട്ടിയത് അത്ര ഈ സൈഡിലായിരുന്നു. ഷോൾഡറിൽ കിട്ടി, കൈ ഈ വലത്ത് ഒരേ സമയം എന്താ പറയാ, പിള്ളേരൊക്കെ കിടന്ന് അടിക്കണം, അല്ലെങ്കിൽ ഗുണ്ടകൾ റോഡിൽ കിടന്ന് അടി കൂടും പോലെ ഒരു പുരുഷനും സ്ത്രീയും കൂടെ കിടന്ന് അടി കൂടണ ഇങ്ങനെ വന്നിട്ട് വലത്തെ കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്. അതേസമയം ഇടത്തെ കൈ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ ഈ ഫസ്റ്റ് അടിയിൽ തന്നെ നമുക്കൊരു ഒന്ന് ബ്ലാങ്ക് ആയിപ്പോയി. പെട്ടെന്നൊരു എന്തോ പറയാൻ വല്ലാത്തതായിപ്പോയി.
പാർട്ടി സംവിധാനം ഞാൻ ചോദിച്ചിട്ടില്ല ഇവരുടെ ആരെടുത്ത് ഇവരൊക്കെ എന്ത് രാഷ്ട്രീയമാണെന്ന് ചോദിച്ചിട്ട്. പക്ഷെ അവൻ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ എനിക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരും എൻ്റെ നേരെ ഒന്നിനും വന്നിട്ടില്ല. അങ്ങനെ ഒരു നമ്മൾ നല്ല ബന്ധം പുലർത്തി പോകണമാണ്. ആരുമായിട്ടും എനിക്ക് അങ്ങനെ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. നമ്മൾ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നൊക്കെ ഉള്ളതാണ്. എന്നിട്ട് പക്ഷേ ഇവൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതൊരു 2 തവണ പറഞ്ഞു. ഈ അടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേയും പറഞ്ഞു, ഗേറ്റിന് പുറത്ത് ഇറങ്ങിയിട്ടും പറഞ്ഞു. ഈ ഒരു വാക്ക് പറഞ്ഞു. അത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തം ആക്ഷേപിക്കുകയൊന്നുമില്ല, അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷേ അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയല്ലേ, എനിക്ക് നല്ല പ്രായമില്ലേ, അവൻ വേണോ നോക്കിയാൽ എൻ്റെ ഒരു മകൻ്റെ പ്രായം അല്ലെങ്കിൽ സഹോദരനോ എന്ത് വേണോ പറയാം. പക്ഷേ ഒരു കൗൺസിലർ ജനപ്രതിനിധി എടുക്കുന്ന തീരുമാനം അത് തെറ്റാണെങ്കിൽ ചോദ്യം ചെയ്യാൻ മേൽഘടകങ്ങളുണ്ട്. ശാരീരികമായ അത് ഫസ്റ്റ് ഇങ്ങനെ പിടിച്ച് തള്ളുന്നതേ ഈ റൈറ്റ് നെഞ്ച് ചേർത്തിട്ടാണ് തള്ളുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തോ പറയാൻ. പിന്നെ ആ പുള്ളിക്കാരിയാണ് അവരെന്നെ മാറ്റാൻ ശ്രമിക്കും തോറും അടി അവർക്കും കിട്ടുന്നു എനിക്കും കിട്ടുവാണ്. അത് ഞാൻ മറ്റേ വീട്ടിലൊക്കെ ഇപ്പോൾ താമസം വന്നിട്ട് 2 മാസമേ ഉള്ളൂ. ഓരോ സാധനങ്ങളായിട്ട് മാറ്റുന്നേ ഉള്ളൂ. ക്യാമറ ഫിറ്റ് ചെയ്യാൻ സമയത്ത് അത് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഇനി പുതിയത് വച്ചാലേ പറ്റുള്ളൂ. അതെനിക്ക് അതൊരു വലിയ അബദ്ധമായിപ്പോയി. അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കാമായിരുന്നു. അതൊരു വലിയ അബദ്ധമായി പോയി. അത് പ്രതീക്ഷിക്കണില്ലല്ലോ ഇങ്ങനെ. നമ്മളെ വഴക്കൊക്കെ ഉണ്ടാവാൻ, തർക്കം വരാൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ദേഹവും അതെനിക്ക് ഈ കൈ ഉയർത്താൻ പറ്റുന്നില്ല. കാരണം ഈ ടോപ്പ് ഊരാൻ പോലും ഇപ്പം പറ്റുന്നില്ല, നീര് വന്നു പോയി. അതിനിപ്പം വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റും.